ആ പെണ്ണിന് വേണ്ടിയല്ലേ നമ്മളെ ഷാനു മയ്യത്തായത്. ആ പന്നെ സഹായിക്കണ്ട് അവരുടെ കടമയല്ലേ. അവരത് ചെയ്തില്ലെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കണം. കോടികളുടെ ആസ്തിയില്ലേ അവർക്ക്. എല്ലാറ്റിനും കൂടി അവകാശമായിട്ട് ഒരു പെണ്ണല്ലേ ഉള്ളൂ. ഷാനുവിന്റെ പെണ്ണിന്റെ സ്വത്ത് ഷാനുവിനും കൂടി അവകാശപ്പെട്ടതല്ലേ. ഷാനുവിന്റെ അവകാശം എന്ന് പറയുമ്പോ അന്റെ അവകാശം. ഞമ്മക്കത് ചോദിച്ച് മേടിക്കണ്ടേ ഫാത്തിമ? എല്ലാത്തിനും വയ്യുണ്ട് മോളെ. ഇങ്ങനെ ചീഞ്ഞ മത്യം പെറുക്കി കടാപ്പുറത്തോടി നടക്കണ്ടോളല്ല. കോടീശ്ശേരി കോടീശ്ശേരി. എല്ലാം ശരിയാക്കാനുള്ള വയ്യം കൊണ്ടാ എളാപ്പ വന്നിരിക്കുന്നത്. ആദ്യം ശൂരം ഒന്ന് പിടിക്കി, എന്നിട്ട് കൊണ്ടുപോയി നല്ല കാശ്മീരി മുളകും കൊടമ്പുലി ഇട്ടൊന്ന് വറ്റിക്ക് ഉച്ച കൂണ് കഴിക്കുക ഞമ്മളുണ്ടാവും. അക്രം വലാലി ശുക്ര. ദാ പിടിക്ക്. അങ്ങനെ ചുമ്മാതെ കോടികൾ പായാക്കാൻ പറ്റുമോ? ഈ ധൈര്യമായിട്ട് ചെല്ല്. അൽഹംദുലില്ലാ എല്ലാം ഹൈറാവും. ഓക്കറളാപ്പല്ലേ പറയുന്നത്. ചെല്ല് ചെല്ല്. അൽഹംദുലില്ലാ പടച്ചോനെ. അതെ, എന്താടോ എന്താ താനിങ്ങനെ? ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അവക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ഒന്നും സംഭവിക്കില്ല. താനിങ്ങനെ സില്ലി ആവില്ലടോ. പറ്റുന്നില്ലടോ, എനിക്ക് പറ്റില്ലടോ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ? അവനെ മനസ്സിലാക്കാൻ തന്റെ കയ്യിലുള്ള അളവുകോല് പോരാ. തന്റേതല്ലാത്തൊരു പെണ്ണ്, തന്റേതാകുമെന്ന നാളെ അവന് യാതൊരു ഉറപ്പുമില്ലാത്ത പെണ്ണ്. അവളെ അവൻ എങ്ങനെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു? നമ്മളെപ്പോഴും മറ്റുള്ളവരെ വിലയിരുത്തുന്നത് നമ്മളിലൂടെയാ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ മാത്രം വെച്ച്. അവിടെയാ പലപ്പോഴും നമുക്ക് പിഴച്ചു പോകുന്നത്. നമ്മൾ കാണാത്ത ഒരുപാട് ലോകങ്ങളുണ്ട്, മനസ്സുകളും